അഡ്വക്കേറ്റ് പി എം നിയാസ്, ഇവിടെ ധാർമ്മികതയാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം ധാർമ്മികത എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗമാണല്ലോ, ഒരു കൂട്ടരാണല്ലോ ഇടതുമുന്നണി. അപ്പോൾ ഇവിടെ ധാർമ്മികമായിട്ട് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതല്ലേ? ധാർമ്മികതയുണ്ടെങ്കിൽ മന്ത്രി രാജിവെച്ച് പോകേണ്ടതല്ലേ? കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ പറഞ്ഞത്. പൊതുസമൂഹത്തോട് പറയാൻ പറ്റില്ല എന്താണ് അവരവിടെ നേരിട്ട് കണ്ടത് എന്നുള്ളത്. അവിടെ ഒരു സ്ത്രീ മാത്രമല്ല, ഒരു അമ്മയും മകളുമാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ അറിയാവുന്ന വ്യക്തി മന്ത്രി പത്നിയാണ്, മാത്രമല്ല മന്ത്രിയുടെ സ്റ്റാഫാണ്, രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വ്യക്തത എങ്കിലും വരുത്തേണ്ടതല്ലേ? പോലീസ് ഒരന്വേഷണം, FIR രജിസ്റ്റർ ചെയ്യേണ്ട പോട്ടെ, ഈ എന്താണ് അവിടെ സംഭവിച്ചത്, വാളകത്തെ തറവാട്ട് വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന പ്രാഥമിക അന്വേഷണമെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതല്ലേ? ഇതിൽ എന്താണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? സ്ത്രീകളെ മാനിക്കുന്നതിലും കുടുംബ ബന്ധങ്ങളിലെ ഉത്തരവാദിത്വം പുലർത്തുന്നതിലും ഒരു മന്ത്രിയുടെ സമൂഹത്തിന് മാതൃകയായിരിക്കണം. ഇത് നമുക്ക് മഹാഭാരതത്തിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും നമ്മുടെ ഉപനിഷത്തുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ കേരളീയ സമൂഹവും ഇന്ത്യയുടെ പൈതൃകവും ഒക്കെ വെളിവാക്കുന്നതാണ്. അത് ഏത് മതത്തിലാവട്ടെ, ഏത് ജാതിയിലാവട്ടെ, ഏത് വിശ്വാസത്തിലാവട്ടെ, അത് വളരെ പവിത്രമാണ്. ഇവിടെ ഒരു വിവാഹം കഴിച്ച ഒരു പുരുഷൻ ഒരിക്കലും കേരളത്തിലെ സാംസ്കാരിക അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിന് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത് നേരിട്ട് കണ്ട് ഫോട്ടോ എടുത്തിട്ടുള്ള അവരുടെ ഭാര്യയാണ്. ആ ഫോട്ടോ അവരിൽ നിന്ന് പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് അവർക്ക് പരിക്കേൽക്കുന്നത്, അവരെ ആക്രമിക്കപ്പെടുന്നത്. ആ കാര്യം അവർ വിളിച്ചു പറയുകയാണ്. പോലീസിൻ്റെ കൺമുമ്പിൽ വിളിച്ചു പറഞ്ഞ പോലീസ്, ആ മന്ത്രിക്ക് സംരക്ഷണം നൽകുന്ന പോലീസ്, ഇവരൊക്കെ അതിന് സാക്ഷികളാണ്. ഇതേക്കുറിച്ചൊരു അന്വേഷണം നടത്തുവാൻ കേരളത്തിലെ പോലീസ് സേന, കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാകേണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ സ്വന്തം മകൻ തെറ്റിയതാൽ പോലും നിയമത്തെ മുമ്പിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ രാഷ്ട്രീയ രംഗത്തിനില്ലേ? രാഷ്ട്രത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മന്ത്രിമാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ പിന്നെ ജനങ്ങൾക്ക് ഈ നിയമവ്യവസ്ഥയോട് എന്ത് മതിപ്പാണുള്ളത്? അല്ല, അഡ്വക്കേറ്റ് പി എം നിയാസ് നോക്കൂ, മുഖ്യമന്ത്രിയുടെ മകളെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അറിയുമല്ലോ, മുഖ്യമന്ത്രിയുടെ മകൾ എന്തായാലും പറയുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം, എന്നിട്ടും ഇടപെട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, അവരുടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അവിടെ ഏറ്റവും ബന്ധുവായിരുന്ന മുൻ DGP അവർ വിളിച്ചു. അതെ, അവരെ പറഞ്ഞ പ്രകാരം അവർ പോലീസിൻ്റെ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു. പോലീസ് അവിടെ എത്തുന്നു, എന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയും പിന്നീടും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ഓടി രക്ഷപ്പെടേണ്ട ഗതികേടുണ്ടായി. അതിനെ തുടർന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ, അവർക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്, അവർ നേരിട്ട് വിളിക്കുന്നു. വിളിച്ചില്ല എന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പറയട്ടെ, എന്നെ വിളിച്ചില്ല എന്ന്, അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യ പറയട്ടെ ഞാൻ വിളിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് പോലും എന്തൊരു അപ്പോസ്തലനായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ എല്ലാം, എൻ്റെ ഗവൺമെൻറ് എല്ലാം സുതാര്യമായി കൈകാര്യം ചെയ്യുമെന്നുള്ള എന്തൊരു വർത്തമാനമായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. നാളിതുവരെ അവിടെ പരസ്യങ്ങൾ, അവരുടെ സോഷ്യൽ മീഡിയകൾ ഒക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീ സംരക്ഷണത്തിനും സുരക്ഷയെക്കുറിച്ചല്ലേ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്? അതല്ലേ അവർ ശബരിമലയിലും പറയാൻ ശ്രമിച്ചത്? എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഞങ്ങളിവിടെ ഒരു കാര്യം പറയാണ്. ഇവിടെ കേരളത്തിലെ ഈ മന്ത്രി ഇതിനു മുമ്പും, ഈ ആദ്യമായി നടന്ന സംഭവമല്ലല്ലോ, ഇതിനു മുമ്പ് യാമിനി തങ്കച്ചിയെ സംഭവം ഉണ്ടായി. അതിനുശേഷം ഒരു സ്ത്രീയെ ഒരു വാഹന അപകടവുമായി ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്തെന്ന് പരാതി ഉണ്ടായി. അവരെ പുറത്താക്കുവാൻ ഈ LDFൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിയും ആവശ്യപ്പെട്ട പ്രകാരം പുറത്താക്കി. എന്തടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുത്തത് നമ്മൾ ആലോചിക്കണം. പിന്നെ രണ്ടാമത്തത്, സ്ത്രീകളുടെക്ക് വേണ്ടി വലിയ ക്യാമ്പയിൻ നടത്തുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് സ്വന്തം മന്ത്രിമാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, എന്ത് അന്വേഷണമാണ് നടത്തുന്നത്? സാധാരണക്കാരനാണെങ്കിൽ ഉടൻ നടപടി, എന്നാൽ മന്ത്രിയാണെങ്കിൽ ഈ എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കും അവർക്ക് പിന്തുണ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊരു സ്വകാര്യ വിഷയമാണ് എന്ന് പറഞ്ഞൊഴിയാൻ കേരളത്തിലെ മന്ത്രിസഭയ്ക്കോ മുഖ്യമന്ത്രിക്കോ സാധിക്കുമോ? ഇതൊരു സ്വകാര്യ വിഷയമാണോ? കേരളത്തെ പോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇത് മറ്റൊരാൾക്കാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? കേരളത്തിലെ പോലീസ് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് പാർട്ടി ചെയ്താലും, ഏത് നേതാവ് ചെയ്താലും, ഏത് സാധാരണക്കാർ ചെയ്താലും നിയമത്തിൻ്റെ വഴിക്ക് പോകണം.
അതിനുവേണ്ടിയാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന നടപടിയും അന്വേഷിക്കണം. ഇതിന് സർക്കാർ സത്യാവസ്ഥ അന്വേഷിച്ച് ജനങ്ങൾക്ക് മുമ്പാകെ ഇതാണ് നടന്നതെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മുടെ മര്യാദരാമനായ ശ്രീരാമസ്വാമിയുടെ ഒക്കെ അനുഭവം നമുക്കറിയാലോ. അപ്പോൾ ജനങ്ങളുടെ ഒരു ഭരണാധികാരി എന്നുള്ളതിൽ ജനങ്ങൾക്ക് മുമ്പിൽ സത്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഉള്ള ഗവൺമെൻറ് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധ നിലപാടുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വലിയ വില കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. ഓക്കെ.